മലപ്പുറം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. കോൺഗ്രസും സിപിഎമ്മും ചേർന്ന് ഭരിച്ച പഞ്ചായത്തിൽ പ്രസിഡന്റ് ഹാജറയുടെ രാജിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുഡിഎഫ് ബന്ധം പുനഃസ്ഥാപിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ. സിപിഎം കോൺഗ്രസ് സഖ്യം ഭരിച്ചിരുന്ന വാഴക്കാട് പഞ്ചായത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് യുഡിഎഫ് സംവിധാനം തിരിച്ചുവരുന്നത്. വനിതാ മതിലിനെതിരെ ലീഗ് കൊണ്ടുവന്ന പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണച്ചതാണ് ഭരണസമിതിയിലെ പൊട്ടിത്തെറിയിലേക്കും പ്രസിഡന്റിന്റെ രാജിയിലേക്കും നയിച്ചത്. പരസ്പര വൈരം മറന്ന് ലീഗും കോൺഗ്രസും ഒന്നിച്ചതോടെ ഭരണമാറ്റം പ്രതീക്ഷിക്കുകയാണ് യുഡിഎഫ് നേതാക്കൾ. ജില്ലാ കമ്മിറ്റികൾ കൃത്യമായി 17-ാം തീയതി വോട്ട് ചെയ്യും. ഞങ്ങൾ കൂടി നാളെ മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്, കോൺഗ്രസിൻ്റെതുണ്ട്. അത് അതിൻ്റെതായ ചാനലിൽ പോകുന്നല്ലാതെ ബാക്കി ഞങ്ങൾ യോജിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് സുചിന്തിതമാണ്. കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിലനിർത്തിക്കൊണ്ട് ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത് ഞങ്ങൾ അനുസരിക്കും. പാർട്ടി അതിനുവേണ്ടി തയ്യാറാകും. 19 വാർഡുകളുള്ള പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനും സിപിഎമ്മിനും 7 വീതം അംഗങ്ങളും കോൺഗ്രസിന് 4 അംഗങ്ങളും ബിജെപിക്ക് 1 അംഗവുമാണ് നിലവിലുള്ളത്. ആത്മവിശ്വാസത്തോടെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സിപിഎം തീരുമാനം. 7 പേരാണ് നമ്മുടെ ബ്ലോക്കിലുള്ളത്. അപ്പോൾ അതിലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. മത്സരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ജനവിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അപ്പം നിൽക്കുന്ന പാർട്ടികൾക്കെതിരായി മത്സരിക്കാനുള്ളത് ധാർമ്മികമായിട്ടുള്ള ഒരു ചുമതലയാണ് പാർട്ടിയുടെ. എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കും. 17-ാം തീയതി രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. മീഡിയ 1 മലപ്പുറം.